ഗൈസ് പേടിക്കണ്ട, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ ഒരു സെറ്റപ്പ് ആയിരുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോൾ ചിക്കൻ പ്രഷർ കുക്കറിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ആണ്. നമ്മുടെ നാട്ടിലിപ്പം ഈ ഹോൾ ചിക്കൻ ആയിട്ടുള്ള ഡിഷസ് ഒരുപാട് പോപ്പുലറാണ്. ലൈക്ക് ഗ്രിൽ ചിക്കൻ അല്ലെങ്കിൽ ബാർബിക്യൂ ചിക്കൻ അല്ലെങ്കിൽ ഷവായി, അങ്ങനെ കുറേ അറബിക് ഡിഷസ് ഒക്കെ ഒരുപാടുണ്ട്. സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്ന ചിക്കൻ ഡിഷസ് ആണ്. സോ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റെസിപ്പി ത്രൂ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 ഫേസസ് ആയിട്ടാണ്. സോ ഫസ്റ്റ് ഫേസ് നമ്മൾ ഇതിനെ ചിക്കൻ എങ്ങനെ ബ്രൈൻ ചെയ്യണം, അതായത് ചിക്കൻ്റെ അകത്ത് ഫ്ലേവേഴ്സ് ഒക്കെ എങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യണം ഹോൾ ചിക്കനിൽ. പിന്നെ സെക്കൻഡ് ഫേസ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യും, ഒരു പ്രഷർ കുക്കറിൽ എങ്ങനെ പ്രഷർ കുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് തേർഡ് ഫേസ് നമ്മളതിനെ ഗ്രിൽ ചെയ്തെടുക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, നമുക്കിനിയും എങ്ങനെ ഈ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര സിമ്പിൾ ആൻഡ് ഫൺ ആണ് ഇത് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ലെറ്റ്സ് കം ടു ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ദ ബ്രൈനിങ്. ഓക്കെ ഗൈസ്, നമുക്ക് ബ്രൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിത്. സോ ടു ബിഗിൻ വിത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കനാണ്. സോ ഇറ്റ്സ് എ ഹോൾ ചിക്കൻ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണം, സോൾട്ട് ആൻഡ് പെപ്പർ. നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗറാണ് ആൻഡ് വിനിഗർ. ആൻഡ് ഞാനിവിടെ കുറച്ച് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് കാന്താരി മുളകും വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സോ അപ്പോൾ ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലോട്ട് ലേശം വെള്ളം ഒഴിക്കുക. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളമാണ് വേണ്ടത്. സോ നമ്മൾ എന്നിട്ട് ഇത് തിരിച്ച് ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നു, ഷുഗർ ആൻഡ് എ പിഞ്ച് ഓഫ് പെപ്പർ, വിനിഗർ ആഡ് ചെയ്യുന്നു. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. സോ നമുക്ക് ബ്രൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ ചെയ്യാം. സോ നമ്മൾ ക്ലാസിക്കലി ബ്രൈനിങ് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ഹോളായിട്ടുള്ളൊരു മീറ്റിനെ എടുത്തിട്ട് ഒരു വലിയൊരു ടബിൻ്റെ അകത്ത് ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് മുക്കി വെക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ റെസിപ്പിക്ക് ചെയ്യുന്നത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഐ ആം യൂസിങ് ഈ ബ്രൈൻ സൊല്യൂഷനിൽ ഒരു സിറിഞ്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ബ്രൈൻ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചിക്കനിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ നേരത്തെ നമ്മൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റിൻ്റെ അകത്തോട്ട് ഇത് നന്നായിട്ട് കയറും. സോ വി നീഡ് ടു ബി റിയലി കെയർഫുൾ. ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പാടില്ല, പതുക്കെ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ചിക്കൻ പഫപ്പ് ആവും. അതിൻ്റെ ബ്രസ്റ്റ് പീസിലും അതിൻ്റെ ലെഗ് പീസിലും എല്ലായിടത്തും ഇത് ഈക്വലായിട്ട് നമുക്ക് ആഡ് ചെയ്യണം ഈ ബ്രൈൻ സൊല്യൂഷൻ. ഇതിനെ നമ്മൾ ഇത് നന്നായിട്ട് ഈ ബ്രൈൻ സൊല്യൂഷൻ ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറത്തേക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ഈ സൊല്യൂഷൻ കംപ്ലീറ്റ് ഇതിൻ്റെ ബോഡിയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ആവും. അപ്പം ചിക്കൻ ജ്യൂസിയും പിന്നെ ടെൻഡറും ആവും. അപ്പം പിന്നെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാൻ നേരത്തെ വളരെ എളുപ്പമുണ്ടായിരിക്കും. ഈ സിറിഞ്ച് നമുക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിലും വെറും 5 രൂപ 10 രൂപയ്ക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഡിസ്പോസിബിൾ സിറിഞ്ചാണ്. സോ നമ്മുടെ ബ്രൈൻ ചെയ്ത ചിക്കൻ ഞാൻ സിറിഞ്ച് വെച്ച് ബ്രൈൻ ചെയ്തിട്ട് അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്. സോ നൗ ലെറ്റ്സ് കം ടു ദ സെക്കൻഡ് ഫേസ്. സോ നൗ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രൈൻ ചെയ്ത ചിക്കനെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഔട്ടർ ലെയർ പക്കയായിട്ട് മാരിനേറ്റ് ചെയ്യും. സോ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. സോ ദീസ് ആർ ദി ഇൻഗ്രീഡിയൻസ് ഫോർ ദാറ്റ് മസാല. ഇതൊരു പ്രത്യേകതരം കൊറിയാൻഡർ ലീവ്സ് ആണ്. സോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കൊറിയാൻഡറാണ്. അടിപൊളി ഫ്ലേവറാണ് ഇതിന്. യു ക്യാൻ യൂസ് ദ നോർമൽ കൊറിയാൻഡർ ലീവ്സ് ആസ് വെൽ. മാത്രമല്ല മിൻറ്റ് ലീവ്സ് വേണം, ഒരു ചെറിയൊരു ബഞ്ച് ഓഫ് മിൻറ്റ് ലീവ്സ്. പിന്നെ നമുക്ക് സോൾട്ട് വേണം, പെപ്പർ വേണം. പിന്നെ വിവ് ഗോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളകും കൂടി ചതച്ചിട്ടുണ്ട്. ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ പിഞ്ച് ഓഫ് ഷുഗർ. പിന്നെ നമുക്ക് വേണ്ടത് ഹോൾ ഗരം മസാലയാണ്. ഏകദേശം ഒരു 5 ഗ്രാം സ്റ്റാർ അനീസ് ഉണ്ട്, ഗ്രീൻ കാർഡമംസ് ഉണ്ട്, ശേഷം പെപ്പർ ഉണ്ട്, ബേ ലീവ്സ് ഉണ്ട്, പിന്നെ സിനമൺ ഉണ്ട്,
ആൻഡ് ഗ്ലവ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഗരം മസാല ഫസ്റ്റ് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഡ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാരിനേഡിൽ നമ്മൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്. നല്ലൊരു കളർ കൊടുക്കും. അത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. സോ നമ്മുടെ മാരിനേഡ് റെഡിയാണ്. ഈ മസാല നന്നായിട്ട് ചിക്കനിലോട്ട് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. സോ ഫസ്റ്റ് എൻ്റെ ക്യാവിറ്റിക്കകത്തോട്ട് തേക്കണം. നന്നായിട്ടിത് പിടിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ ഒരു പടത്തിനെ കുറിച്ചാണ്. ബോയിങ് ബോയിങ്. അതിൻ്റെ അകത്ത് ചിക്കൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ കോമിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നതിൽ. ഈ ചിക്കൻ അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും മാരിനേറ്റ് ആകണം. ഓക്കെ ഗൈസ്, സോ ഇന്നലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. അടിപൊളിയായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് ലേശം ഓയിൽ ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ബെസ്റ്റാണ്. നല്ലൊരു ഫ്ലേവറും കൊടുക്കും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് കോക്കനട്ട് ഓയിലിന്. സോ ഒരു ബേസ് വേണം നല്ല ഹെവി ആയിട്ട് അത് പ്രോപ്പറായിട്ട് കുക്കറിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഉള്ളി ഇതിൻ്റെ ക്യാവിറ്റിക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി നിങ്ങൾ തോലൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ ക്യാവിറ്റിക്കകത്ത് ഇങ്ങനെ വെക്കണം. പിന്നെ ഒരു വെളുത്തുള്ളിയും തോലോടുകൂടെ വെക്കാം. നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ 2 ഐറ്റംസ് ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിതിൻ്റെ ലെഗ്സ് 2 ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കും. ടൈറ്റായിട്ട് കെട്ടി വെക്കും. സോ നമ്മൾ ഒരു നൂലെടുക്കുക. ചെറിയൊരു നൂലെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ആദ്യം ഈ ക്യാരറ്റ് കട്ട് ചെയ്ത ക്യാരറ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ബെഡായിട്ട് ഇങ്ങനെ വെക്കണം. ആദ്യം ഇതിങ്ങ് ഇട്ടിട്ട് അടിയൊന്നും പിടിക്കാതിരിക്കാൻ ലേശം ഓയിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ചെറിയ ബെഡ് മാതിരി ആക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിച്ച് കരിയാതിരിക്കാൻ, ചിക്കൻ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമല്ല ഇത് ചിക്കൻ ഒരു നല്ലൊരു ഫ്ലേവറും കൊടുക്കും. നമ്മുടെ ഈ ചിക്കനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കും. തിരിച്ചതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അത് ആ വെയിറ്റ് കാരണം അതങ്ങനെ ഇരുന്നോളും. അനക്കാതെ വെച്ചാൽ മതി. അതങ്ങനെ ഇരുന്നോളും. ഇന്നലെ നമ്മൾ ബ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബാക്കിയുള്ളത്. ആ ലിക്വിഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ സൈഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മോയ്സ്ചർ ക്രിയേറ്റ് ചെയ്യും. അടി പിടിക്കാതെ കരിയാതെ സ്റ്റീമിൽ ചിക്കൻ നന്നായിട്ട് കുക്കാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിരിക്കുകയാണ്. ഏകദേശം 20 minutes ഞാനിത് കുക്ക് ചെയ്തു. ഫസ്റ്റ് 5 minutes ഞാൻ ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കി 15 minutes ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാ, അടിപൊളി. ഓക്കെ, ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കണം. എന്നിട്ട് കുറച്ച് ബട്ടർ ഇടണം. നമ്മളിതിൻ്റെ ബ്രസ്റ്റ് സൈഡ് ഡൗൺ ആയിട്ട് ആദ്യം വെക്കണം. ഇനി എൻ്റെ കയ്യിലുള്ളത് കുറച്ച് കാശ്മീരി ചില്ലിയാണ്. സോ ഇത് ഒരു ഫിനിഷിങ് ടച്ചാണ്. ഇത് നല്ലൊരു ഫ്ലേവർ തരും. യു വോണ്ട് ബിലീവ് ഈ ഒരു ചെറിയൊരു പ്രോസസ്സ് എന്തുമാത്രം ഡിഫറൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇത് ലൈറ്റായിട്ട് ഒരു സൈഡ് കുക്കായതിനു ശേഷം ഇത് ഈവൻലി എല്ലാ സൈഡും കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മറിച്ചിട്ട്
കുക്കാകുന്ന സൈഡിൽ ലൈറ്റായിട്ട് നിങ്ങൾ തൂകി വിടണം. കൂടുതൽ വേണ്ട, ലൈറ്റായിട്ട്. ഇത് ആക്ച്വലി ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വേണം ചെയ്യാൻ, അല്ലാതെ എണ്ണയുടെ കൂട്ടത്തിൽ ഇത് കുക്കാണം. സോ ഇങ്ങനെ ലൈറ്റായിട്ട് തടകി വിടണം. എന്നിട്ട് നമ്മൾ ഓരോ സൈഡും ഇതിനെ കുക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഹോൾ ഗ്രിൽ ചിക്കൻ ഈസ് കംപ്ലീറ്റ്ലി കുക്ക്ഡ്. നമ്മളിവിടെ ഇനി കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ചിക്കൻ കുക്ക്ഡ് ആണ്. നമുക്ക് അതിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് ക്രിസ്പിയും ഒരു ഗ്രിൽഡ് എഫക്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ചാഡ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പാൻ ഫ്രൈ ചെയ്ത്. നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഒരു സെർവിങ് ഡിഷിലോട്ട് എടുക്കുന്നു, അങ്ങോട്ട് വെക്കുന്നു. ചിറക് മാത്രം ലൈറ്റായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നൂലങ്ങ് കട്ട് ചെയ്തെടുക്കാം. കെയർഫുൾ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്തിരിക്കുന്ന 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന്, അത് നല്ല ഫ്ലേവർ കൊടുക്കും. അത് മാത്രമല്ല, അത് ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി, ഇത് രണ്ടിനെയും നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. സോ അത് കെയർഫുള്ളായിട്ട് അത് എടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്ലഷ് കംപ്ലീറ്റ് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ചെറിയൊരു മയോനീസും കൂടി ഉണ്ടാക്കും. നമ്മൾ ചിക്കൻ്റെ അകത്ത് ക്യാവിറ്റിക്കകത്ത് വെച്ച വെളുത്തുള്ളിയും ഉള്ളിയാണ്. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഡിപ്പ് ഉണ്ടാക്കണം. സോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു മയോനീസ് സ്റ്റൈലിലുള്ളൊരു ഡിപ്പാണിത്. അപ്പോൾ അതിന് വേണ്ട ഒരു മുട്ട എടുക്കുക. എന്നിട്ട് അത് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഐറ്റംസൊക്കെ അങ്ങ് ഇടുക. സോ ഏകദേശം ഒരു ടീസ്പൂൺ ഓഫ് ഉപ്പ് ഈസ് ഇനഫ്. ഓക്കെ, നമ്മൾ കുറച്ച് പെപ്പറും അതിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഓക്കെ, ഇത് ലൈറ്റായിട്ടൊന്ന് ഗ്രൈൻഡ് ആയതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിൽ, ഈക്വൽ എമൗണ്ട് ഓഫ് ഓയിൽ ഒഴിക്കുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റിഫൈൻഡ് ഓയിലാണ്. സോ ഒരുമിച്ചെല്ലാം ഒഴിക്കാൻ പാടില്ല. ആദ്യം കുറച്ച് ഒഴിക്കുക, അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ കുറച്ചും കൂടി ഒഴിക്കുക. സോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമൾഷനാണ്. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇസ് റെഡി. അത് ഗ്രിൽ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 15 minutes അതിനെ റെസ്റ്റ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ജ്യൂസസ് ഒക്കെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ, ചിക്കൻ ജ്യൂസി ആകത്തുള്ളൂ, ടെൻഡർ ആകത്തുള്ളൂ. സോ ഇപ്പോൾ ഇനിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന്. ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. സോ ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കവും നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. സോ അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഇതിനകത്തൊരു പ്ലേറ്റ് എടുക്കുക. അതിലിങ്ങനെ നന്നായിട്ട് ലൈറ്റായിട്ടൊരു ലെമൺ സ്ലൈസും കൂടി വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. നമ്മുടെ പാനിൻ്റെ അകത്ത് ബട്ടറും പിന്നെ നമ്മൾ ചില്ലിയൊക്കെ ഉള്ള ഒരു ഗ്രേവിയൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പുറത്തങ്ങ് ഇടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോയി മേടിക്കുന്ന ഈ ഹോൾ ഗ്രിൽ ചിക്കൻ അതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഈസി മെത്തേഡാണിത്. സോ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതെങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എൻ്റെ കമൻസ് ത്രൂ നിങ്ങൾ എനിക്ക് അറിയിക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്കത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇന്നർ എൻവിഷൻ. അതല്ലാതെ ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ. ആൻഡ് പറ്റുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ദിസ് ഇസ് സുബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.